6 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് 6ാം നാൾ പൊളിഞ്ഞതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കോഴിക്കോട് കുളിമാട് എരഞ്ഞിമാവ് റോഡാണ് തകർന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. 2 വർഷത്തോളം തകർന്നു കിടന്ന റോഡ് ആധുനിക രീതിയിൽ ടാർ ചെയ്തപ്പോൾ നാട്ടുകാർ സന്തോഷിച്ചു. പക്ഷേ മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ സന്തോഷത്തിന്റെ ആയുസ്. 7 കിലോമീറ്റർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് പലയിടത്തും കുഴിയായി. റോഡ് ടാർ ചെയ്തതിനു ശേഷം ഇതിന്റെ അവസ്ഥയാണ്. ഇതിൽ ടാറുണ്ടോന്ന് സംശയത്തിലാണ്. കൈയോട് ഇങ്ങനെ ഒരു വെയിറ്റും കൊടുക്കാതെ പൊളിഞ്ഞു പോരുകയാണ് ഈ ടാറ്. ഇതിലൂടെയാണല്ലോ നമ്മുടെ വാഹനങ്ങൾ പോകുന്നത്. പിന്നെ എങ്ങനെ ഈ റോഡ് ഇതിലെന്താ ഉപയോഗിച്ചെന്നുള്ള ഈ അധികാരികൾ പറയണം. റിപ്പോർട്ടർ TV വാർത്ത പുറത്തുവിട്ടതോടെ വകുപ്പ് മന്ത്രി ഇടപെട്ടു. വിജിലൻസ് വിഭാഗത്തോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ കർക്കശ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തിൽ പരിശോധിക്കും. ഞാനിപ്പോൾ ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. എന്തായാലും PWD വിജിലൻസ് വിഭാഗത്തോട് അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർ വരും, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ നിലപാട് സ്വീകരിക്കും. ആരെങ്കിലും ഉപ്പ് നിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പൊളിഞ്ഞ ഭാഗം റീടാർ ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നീക്കം നടക്കുന്നതിനിടയിലാണ് അഴിമതിക്കാരെ കണ്ടെത്താൻ മന്ത്രി നേരിട്ട് ഇടപെട്ടത്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. ഓക്കെ, ഇനിയിപ്പോൾ സിനോജിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. സിനോജ്, ഇപ്പോൾ 6 ദിവസം കൊണ്ട് റോഡ് തകരുക, അതും 6 കോടി രൂപ നിർമ്മിച്ച് പണിതിരിക്കുന്ന റോഡാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൈയൊഴിഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരെന്ന ബോർഡൊക്കെ സ്ഥാപിച്ച സ്ഥലമാണ്. പക്ഷേ ആ ബോർഡ് സ്ഥാപിക്കുന്നതിന് മുമ്പ് റോഡ് കുളമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായത് സിനോജ്? അരുൺകുമാർ, അതായത് 8 ഗ്ലാസ് വെള്ളമൊന്നും മതിയാവില്ല, അതിൽ കൂടുതൽ വെള്ളം ഈ ഉപ്പ് തിന്നവൻ കുടിക്കേണ്ടി വരും. കാരണം മന്ത്രി കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. വിജിലൻസിനോടാണ് അടിയന്തര റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഉചിതമായ നടപടി എടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് 2 വർഷത്തോളം തകർന്നു കിടന്ന റോഡാണ്, അതാണ് നവീകരിച്ചത്. ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണ് ഈ റോഡിനുള്ളത്. 6 കോടി രൂപ, അതായത് 1 കിലോമീറ്ററിന് ഏകദേശം 1 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണ് 6ാം നാൾ പൊളിഞ്ഞു തുടങ്ങിയത്. ആ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് സാധാരണ ഒരു റബ്ബറൈസ്ഡ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനങ്ങൾ ഒഴുകിയാണ് പോകുന്നത്. പക്ഷേ ഈ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു പന്തികേട് മനസ്സിലാവും. അതുതന്നെയാണ് ആ നിർമ്മാണത്തിലെ വീഴ്ച എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും ഈ മണ്ണപ്പം ചുട്ടുമറിക്കുന്നത് പോലെ തന്നെ ഈ ടാറിട്ട റോഡ് വേണമെങ്കിൽ കൈകൊണ്ടെടുത്ത് പൊളിച്ച് മാറ്റാവുന്ന രീതിയിലാണ് ടാറിട്ട് വെച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇത് വലിയ ടോറസ് ലോറികൾ കരിങ്കല്ലുമായി പോകുന്ന വഴിയാണ്, അതുകൊണ്ടാണ് പൊളിഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ ലോറി പോയാൽ പൊളിയുന്ന റോഡ് പണിയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നേരത്തെ പൊളിഞ്ഞ ഭാഗത്തല്ല ഈ റീടാർ ചെയ്ത ശേഷം പൊളിഞ്ഞതെന്നൊരു വസ്തുത കൂടി അവിടെയുണ്ട്. നാട്ടുകാർ ആ തകർന്ന ഭാഗം പൊളിച്ചു മാറ്റി നോക്കിയപ്പോൾ അടിയിൽ പഴയ കുഴികളൊന്നും തന്നെ കാണാനില്ല. പഴയ ടാറിങ് അവിടെ കാണാൻ സാധിക്കുന്നു. അതായത് നേരത്തെ പൊളിഞ്ഞ സ്ഥലത്തല്ല പുതിയതായിട്ട് ടാറിങ് പൊളിഞ്ഞിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഏതായാലും റീടാർ ചെയ്ത് ആ കാര്യങ്ങൾ അങ്ങ് തീർക്കാമെന്ന് വെച്ചപ്പോഴാണ് നമ്മൾ വാർത്ത ചെയ്യുന്നതും മന്ത്രി ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. കാരണം 6 ദിവസം കൊണ്ട് 6 കോടി രൂപയുടെ റോഡ് പൊളിഞ്ഞു പോവുക, ആ ഭാഗം കരാറുകാരനോട് പറഞ്ഞ് വേഗത്തിൽ റീടാർ ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ നോക്കുക. അതിലൊരു വീഴ്ച, ഗുരുതരമായ വീഴ്ചയുണ്ടെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് അധികാരത്തിലെത്തിയ ശേഷം നിരവധി കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആ രീതിയിലുള്ള നീക്കം ഉണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഉചിതമായ നടപടി ഉണ്ടാകും. കാരണം ജനങ്ങൾ കുറേ കാലം സമരം ചെയ്ത ശേഷം കുറേ സഹിച്ചിരുന്നു ജനങ്ങൾ. കാരണം നമ്മൾ തന്നെ വാർത്ത ചെയ്ത ഒരു റോഡാണ്. പൊടിശല്യമുണ്ടായി, ഒപ്പം മഴക്കാലത്ത് ചെളിയുടെ പ്രശ്നമുണ്ടായിരുന്നു. നിരവധി ആളുകൾ കുഴിയിൽ വീണ് പരിക്ക് പറ്റിയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് നിർമ്മാണം അവിടെ നടക്കുന്നത്. റോഡ് നിർമ്മിച്ചു, റോഡിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ പൊളിച്ചെടുക്കുന്ന ഭാഗങ്ങൾ വളരെ വേഗത്തിൽ ഈ കപ്പലണ്ടി മുട്ടായി പൊളിക്കുന്നത് പോലെ പൊളിക്കാൻ കഴിയുന്നുണ്ട്. ഈ രീതിയിലാണ് റോഡൊക്കെ നിർമ്മിക്കുന്നതെങ്കിൽ അതിനുശേഷം ഒരു ന്യായം കൂടി പറയുന്നു. അതാണ് കൗതുകകരമായ കാര്യം. വലിയ ലോറിയൊക്കെ പോകുന്ന റോഡല്ലേ, അത് പൊളിയും. 6 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡാണ് 6ാം നാളാണ് പൊളിഞ്ഞിരിക്കുന്നത്. കരിമ്പട്ടികയിൽപ്പെടുത്താതെ മറ്റൊരു മാർഗവുമില്ല എന്ന അവസ്ഥയിലാണല്ലേ? തീർച്ചയായും. അതായത് നമുക്ക് ആ ടാറിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ഈ പുട്ട് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിയാലും കുറഞ്ഞാലും നമുക്ക് മനസ്സിലാവും അതിനകത്ത് എന്തൊരു പന്തികേടുണ്ടോ. ആ രീതി തന്നെയാണ് ഇതിൽ കാണുന്നത്. ഈ മിക്സിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് സാധാരണക്കാരെ ആളുകൾ പറയുന്നത്. കാരണം ഒരു കമ്പെടുത്ത് നമ്മൾ ചകഞ്ഞു നോക്കിയാൽ തന്നെ ആ മെറ്റലൊക്കെ തന്നെ പൊളിഞ്ഞു വരികയാണ്. ആവശ്യത്തിനുള്ള മിക്സിങ് നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കരാറുകാരൻ പറയുന്നു PWD ലാബിൽ പരിശോധിച്ച മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങനെ ഇത് പൊളിഞ്ഞു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അത് ലോറി പോയതുകൊണ്ട് പൊളിഞ്ഞെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ലോറി പോയാൽ പൊളിയാത്ത റോഡല്ല അവിടെ പണിയേണ്ടത്.
സംഭവിക്കേണ്ടത് എന്നൊരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് തന്നെയാണ് മന്ത്രിയും ചോദിച്ചത്. 6 കോടിയുടെ റോഡ് എങ്ങനെ 6-ാം നാൾ പൊളിഞ്ഞുപോയി എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടി നിർമ്മിച്ച റോഡ് പൊളിഞ്ഞിരിക്കുന്നു. അതിൽ വലിയൊരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് വീഴ്ച വരുത്തിയത്? അതാണ് മന്ത്രി പറഞ്ഞത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ഉചിതമായി നടപടിയെടുക്കുമെന്ന് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. കാരണം മന്ത്രിയുടെ ജില്ല തന്നെയാണ്, അതുകൊണ്ട് ഉചിതമായ നടപടി നമുക്ക് സിനോജാണ് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. 6 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡാണ് 6-ാം നാൾ പൊളിഞ്ഞ് പാളീസായിരിക്കുന്നത്. മിക്സിംഗ് നടന്നതിൽ അപാകതയുണ്ട് എന്നാണ് പറയുന്നത്.